പേരെങ്ങനെയാ? രാജേഷ്. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്? പാലാ നിയോജക മണ്ഡലം. ചേട്ടാ, ഈ ഇലക്ഷൻ എങ്ങനെ നോക്കി കാണുന്നു? ഇലക്ഷന് ഇപ്പം നല്ല മൂപ്പായി വരുന്നു. അപ്പോൾ നമ്മൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങളുടെ ഈ ഫീൽഡിൽ എല്ലാത്തിനും ഭയങ്കര ഫീസ് വർധന എല്ലാ കാര്യങ്ങളുമാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു ഇതുകൊണ്ട് നിത്യവൃത്തിക്ക് കഴിഞ്ഞ് പോകാൻ പറ്റാത്തൊരു ജീവിതത്തിലൂടെ നമ്മൾ പോകുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം വരണം. എത്ര കൊല്ലമായിട്ട് ഓട്ടോ ഓടിക്കുന്നത്? ഞാൻ 15 കൊല്ലമായിട്ട് ഓട്ടോ ഓടിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും ഇതിനായിട്ട് വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ നിസ്സാര കൂലി കൊണ്ട് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. ടാക്സ് ഇൻഷുറൻസ് എല്ലാം കൂടുതലാണ്. എല്ലാം ഈയിടെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ടെസ്റ്റിംഗ് ഫീസ് എല്ലാം കൂട്ടി. നിയമനിധി നമ്മളോട് കയ്യിൽ നിന്ന് എല്ലാം മേടിച്ച് കഴിഞ്ഞാൽ വണ്ടി ടെസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ പോകുന്നത്. ഒരു ഓട്ടോക്കാരന് ജീവിക്കാൻ പറ്റിയ സ്ഥിതിയാണ് ഇവിടെ. വേറെ തൊഴിലിന് പോകാനും പറ്റത്തില്ല. ഇതിനൊരു മാറ്റം വരണം. നല്ലൊരു സർക്കാർ കയറി ഇപ്പം നിലവിലത്തെ സ്ഥിതി ഒന്ന് മാറ്റം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ ഏട്ടാ. എൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് വിജയ്. എവിടെ താമസിക്കുന്നത്? നമ്മുടെ ഈ മണ്ഡലത്തിലാണ്. അതെ അല്ലേ. എങ്ങനെ കാണുന്നു ഈ നിയമസഭാ ഇലക്ഷന്? നിയമസഭാ ഇലക്ഷന് വൻപിച്ച ഭൂരിപക്ഷത്തോട് ജോസ് കെ മാണി ഇവിടെ ജയിക്കും. ഇടതുപക്ഷം അധികാരത്തിൽ വരും. അങ്ങനെ വന്നെന്നാണ് ആഗ്രഹം? അങ്ങനെ വരണമെന്നല്ല, അതുപോലെ വികസനമല്ലേ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുണ്ട്. ജോസ് കെ മാണി ഈ പാലാക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറയാമോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാൻസർ സെൻ്ററൊക്കെ പണിതൊക്കെ പുള്ളിയുടെ അതിലും ഒരു കുടുംബമായിട്ട് മാണിസാറിനുള്ളപ്പം മുതലേ ഇവിടെ നല്ല വികസനമല്ലേ. പിന്നെ ഇടയ്ക്ക് ഈ ജോസ് മാണി സാറൊന്ന് മാറിയപ്പോഴാണ് മറ്റേ മാനസികാപ്പന ഇവിടെ ഒരു പ്രാവശ്യം ഇടതുപക്ഷത്തിൽ കൂടെ നിന്ന് ജയിച്ചതാണ്. പിന്നെ ഒന്ന് കാല് മാറിയത് കൊണ്ടാണ് പുള്ളി വീണ്ടും ഇവിടെ അധികാരത്തിൽ വന്നത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടും കൂടെ കൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ വരും ഉറപ്പായിട്ടും. അതായത് നല്ല വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുന്നതാണോ പറയുന്നത്? 100 സീറ്റ് പിടിക്കും. പാലാ ജനത അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പാലായിൽ അങ്ങനെ ഒരു മാറ്റം വരും. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഈ നിയമസഭാ ഇലക്ഷൻ എങ്ങനെ നോക്കുകയാണ്? നടക്കുന്ന 3 പേരും വട്ടക്കെട്ടായിരിക്കും. ഭൂരിപക്ഷം മണിക്കാപ്പന അല്ല ജോസൊക്കെ മണിക്ക. എന്താ അങ്ങനെ പറയാനായിട്ട് കാരണം? അങ്ങനെ വെച്ചാൽ അങ്ങനെ എല്ലാവരും ജനം ആ കൂട്ടത്തില്ല. അതല്ലേ. നല്ല നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതെ. അല്ല, പുള്ളി MLA ആയിട്ടില്ല. എന്നാലും മണിക്കാപ്പനൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ പഞ്ചായത്തിൽ. അവിടെ ഒന്നും കഴിയൂല. പുള്ളി അവിടെ ഒരു വെറ്റിലേറ്റ് കൂടി ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ അവിടെ. അതെല്ലേ. ഞങ്ങളെല്ലാം ദോഷമായ കുട്ടില്ല. അതെല്ലേ. വർക്കിനൊക്കെ പോകുന്നുണ്ടോ? പോകുന്നുണ്ടല്ലോ. എത്ര ദിവസം വർക്കിന് പോയി? ഞാൻ 4-5 ദിവസം പോയി. അതെല്ലേ. അപ്പം ഈ 7-ാം തീയതി വരെ വർക്കിനുണ്ടല്ലോ. ഓക്കെ ഏട്ടാ, താങ്ക് യു.